ഹായ് സ്റ്റുഡൻസ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെയറിങ് ഓഫ് പോൾട്രി ആണല്ലേ പറഞ്ഞത്. റെയറിങ് ഓഫ് പോൾട്രി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് സെക്സിങ് ഓഫ് ചിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് സെക്സിങ് ഓഫ് ചിക്സ് എന്ന് പറയുന്നത്? സെക്സിങ് ഓഫ് ചിക്സ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സോർട്ടിങ് ഔട്ട് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ചിക്സ്. അതായത് മെയില് ഫീമെയിൽ ചിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ വേർതിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെക്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇൻ ദ ഏർലി വീക്സ് ഓഫ് ലൈഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ചിക്സ് ലുക്ക് സിമിലർ. ഇറ്റ് റിക്വയർസ് സം എക്സ്പെർട്ടീസ് ടു സോർട്ട് ഔട്ട് ദ സെക്സസ് അറ്റ് ആൻ ഏർലി സ്റ്റേജ്. അതായത് ഫസ്റ്റ് ഫ്യൂ വീക്സിൽ, ഏർലി വീക്സിലൊക്കെ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ചിക്സ് ആണെങ്കിലും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ നല്ല എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ തമ്മിൽ വേർതിരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എഗ് പ്രൊഡ്യൂസിങ് ഫാംസ് നീഡ് ഓൺലി ഫീമെയിൽ ചിക്സ് വേറാസ് ബ്രോയിലർ ഫാംസ് നീഡ് മെയിൽസ്. അത് നമുക്കറിയാമല്ലോ. അതായത് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാംസിൽ മെയിനായിട്ട് അവർക്ക് എന്താണ് ഫീമെയിൽ ചിക്സിനെയാണ് ആവശ്യമുള്ളത്. പക്ഷെ ബ്രോയിലർ ഫാംസിലൊക്കെ ആണെങ്കിലോ മെയിൽസിന് അല്ലേ, മീറ്റിന് വേണ്ടിയിട്ട് അവർക്ക് മെയിൽ ഹെൻസിനെയാണ് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. ഓക്കെ, സോ സെക്സിങ് ഈസ് ഡൺ അറ്റ് ആൻ ഏർലി സ്റ്റേജ് ടു സെപ്പറേറ്റ് ചിക്സ്. അതായത് സെക്സിങ് എന്ന് പറയുന്നത് എന്താണ്, ഏർലി സ്റ്റേജിങ്ങിൽ തന്നെ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ചിക്സിനെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് മെയിൽ ചിക്സിനെയും അതുപോലെ ഫീമെയിൽ ചിക്സിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെക്സിങ് നടത്തുന്നത്. അത് ഏർലി സ്റ്റേജിൽ തന്നെ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ് ഏർലി സ്റ്റേജിൽ നടത്തുന്നത്? അതായത് ഇപ്പം ഫാംസ്, എഗ് പ്രൊഡ്യൂസിങ് ഫാംസിലാണെങ്കിൽ അവർക്ക് ഫീമെയിൽ ചിക്സിനെ ആയിരിക്കും കൂടുതലായിട്ട് റെയർ ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഫീമെയിൽ ചിക്സിനെ സെലക്ട് ചെയ്തിട്ട് അവരതിനെ റെയർ ചെയ്യും. അതുപോലെ എന്താണ്, ബ്രോയിലർ ഫാംസിലൊക്കെ ആണെങ്കിലോ മെയിൽ ചിക്സിനെ ആയിരിക്കും ആവശ്യം. അപ്പോൾ അവരെന്ത് ചെയ്യും, മെയിൽ ചിക്സിനെ റെയർ ചെയ്ത് വളർത്തും. അപ്പോൾ സെക്സിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഏർലി സ്റ്റേജിൽ തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഓട്ടോസെക്സിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ഓട്ടോസെക്സിങ് റെഫേഴ്സ് ടു ദ സെപ്പറേഷൻ ഓഫ് മെയിൽ ഓർ ഫീമെയിൽ ചിക്സ് ബൈ ഒബ്സർവിങ് പ്യൂമേജ് കളർ ഓർ എനി അതർ സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടർ. അതായത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമല്ലോ. അതായത് എന്താണ്, അതിൻ്റെ ഹെൻസിൻ്റെ പ്യൂമേജിൻ്റെ കളർ അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ പറയും ഇതെന്താണ് പൂങ്കോഴിയാണ് അല്ലെങ്കിൽ ഇത് പിടക്കോഴിയാണെന്ന് ചിക്സ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ പറയും. ആ ഒരു രീതിക്കാണ് ഓട്ടോസെക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോസെക്സിങ് റെഫേഴ്സ് ടു ദ സെപ്പറേഷൻ ഓഫ് മെയിൽ ഓർ ഫീമെയിൽ ചിക്സ് ബൈ ഒബ്സർവിങ് പ്യൂമേജ് കളർ ഓർ എനി അതർ സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടർ. പ്യൂമേജ് കളർ മാത്രമല്ല സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഹെൻസിനെ അതായത് ചിക്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഓട്ടോസെക്സിങ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, നമ്മൾ വലിയ ഫാമിലൊക്കെ ആണെങ്കിൽ എന്താണ് ഓട്ടോസെക്സിങ് വഴിയിട്ടാണോ ചെയ്യുന്നത്? അല്ല, അത് എളുപ്പമുള്ള മാർഗ്ഗമല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, സെക്സിങ് മെഷീൻസ് ഉണ്ട്. വലിയ ഫാംസിലൊക്കെ സെക്സിങ് മെഷീൻസ് ഉണ്ട്. അപ്പം മെഷീൻ എന്താ ചെയ്യുന്നത്? ദ മെഷീൻ ഹെൽപ്സ് ഇൻ മാഗ്നിഫൈയിങ് ദ ഇൻറ്റീരിയർ ഓഫ് ക്ലോയോക്ക ആൻഡ് ദ റുഡിമെൻ്ററി സെക്സ് ഓർഗൻ ഓഫ് മെയിൽ ചിക്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഈസിലി. അപ്പോൾ സെക്സിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് മെയിൽസിൻ്റെ റുഡിമെൻ്ററി ആയിട്ടുള്ള സെക്സ് ഓർഗനും അതുപോലെ തന്നെ ക്ലോയോക്കയൊക്കെ എന്താണ് മാഗ്നിഫൈ ചെയ്ത് അവർക്ക് അറിയാൻ പറ്റും. അതായത് മെഷീൻ വഴി അറിയാൻ പറ്റും. അങ്ങനെയാണ് സെക്സിങ് മെഷീൻ വഴിയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ എന്താണ് മെയിൽ ആൻഡ് ഫീമെയിൽ ചിക്സിനെ വേർതിരിക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ടും ഫാംസിലൊക്കെ, വലിയ വലിയ ഫാംസിലൊക്കെ സെക്സിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് സെക്സിങ് നടത്തുന്നത്. ഓക്കെ, അത്രയാണ് സെക്സിങ് ഓഫ് ചിക്സിൽ പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ഫീഡിങ് ചിക്കൻ. ഓക്കെ, അതായത് ചിക്കന് കൊടുക്കേണ്ട ഫുഡിൻ്റെ കോമ്പോസിഷൻ, അതൊക്കെയാണ് നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ ഫീഡ് ക്വാളിറ്റി ആസ് വെൽ ആസ് ക്വാണ്ടിറ്റി അഫക്ട്സ് ദ ഗ്രോത്ത് ആൻഡ് എഗ് പ്രൊഡക്ഷൻ. അത് നമുക്കറിയാം അല്ലേ. ഏത് തരത്തിലുള്ള ഫുഡ് കൊടുക്കുന്നോ അല്ലെങ്കിൽ എങ്ങനെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി നല്ല എന്താണ് ബാലൻസ്ഡ് ഡയറ്റാണോ ഈ ചിക്കന് കൊടുക്കുന്നത്, അത് എന്തിനെ ബാധിക്കും? അതിൻ്റെ ഗ്രോത്തിനെ അതുപോലെ തന്നെ എഗ് പ്രൊഡക്ഷനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫീഡിങ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ,
ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ പ്രൊഡക്ഷൻ പോൾട്രി നീഡ്സ് എ ബാലൻസ്ഡ് ഡയറ്റ്. അപ്പോൾ എക്കണോമിക്കൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്താണ്, ഒരു പോൾട്രിക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വേണം കൊടുക്കാൻ. വീട്ടിൽ വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ അത്രയും കുഴപ്പമില്ല അല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ അവർ അത്യാവശ്യം മുട്ടയിടും. പക്ഷേ ലാർജ് സ്കെയിൽ എഗ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളർത്തുന്ന ചിക്കൻ ആകുമ്പോൾ അവർക്ക് ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ചിക്കനും എന്താണ് ഒരേ ഡയറ്റാണോ കൊടുക്കുന്നത്, അല്ല അല്ലേ. അപ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് സ്റ്റേജിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഫുഡായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. ബേർഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഏജ് റിക്വയർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ന്യൂട്രിയൻസ്. അതാണ് പറയുന്നത്, അതായത് ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ള ബേർഡ്സിന് ഡിഫറെൻറ്റ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഫോർ ദിസ് പർപ്പസ് ദ ചിക്കൻസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു. അതുകൊണ്ട് തന്നെ അതായത് ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ള ഗ്രോത്തിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ള ചിക്കന് ഡിഫറെൻറ്റ് ബാലൻസ്ഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫീഡിങ് റിക്വയർമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ചിക്കനെ നമ്മൾ പല പല കാറ്റഗറീസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, മെയിനായിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് അവർ മാറ്റിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർട്ടിംഗ് ചിക്കൻസ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ചിക്കൻ. സെക്കൻഡ് വൺ ഈസ് ഗ്രോയിങ് ചിക്കൻ ആൻഡ് ദ തേർഡ് വൺ ഈസ് ലെയിങ് ചിക്കൻസ് ആൻഡ് ബ്രോയിലേഴ്സ്. ഇവർ രണ്ടുപേരും ഒരേ കാറ്റഗറി വരുന്നതാണ്. ലെയിങ് ഹെൻസ് ആൻഡ് ബ്രോയിലേഴ്സ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ചിക്കൻ ചിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഹാച്ച് ചെയ്തിട്ട് ഒരു 8 വീക്സ് വരെയുള്ള ചിക്കനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചിക്സിനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രോയിങ് ചിക്സ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഈ 8 വീക്സ് മുതൽ 20 വീക്സ് വരെയുള്ള ചിക്സിനെ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോയിങ് ചിക്സ് എന്ന് പറയുന്നത്. ഇനി ലേയിങ് ഹെൻസ് ഓർ എന്താണ് ബ്രോയിലേഴ്സ്, അതായത് മുട്ടയിടുന്ന ഹെൻസ് അല്ലെങ്കിൽ എന്താണ് മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഹെൻസ് എന്ന് പറയുന്നത് ഈ 20 വീക്സ് കഴിഞ്ഞിട്ടുള്ള ബേർഡ്സിനെയാണ് നമ്മൾ ലേയിങ് ഹെൻസ് ഓർ ബ്രോയിലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ബേർഡ്സിനും ആവശ്യമായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും ചിക്സിനെ അല്ലെങ്കിൽ ഹെൻസിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർട്ടിംഗ് ചിക്സ് ദാറ്റ് ഏജ് അപ് ടു 8 വീക്സ്. സെക്കൻഡ് വൺ ഈസ് ഗ്രോയിങ് ചിക്സ് ഏജ് ഫ്രം 8 to 20 വീക്സ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ലേയിങ് ഹെൻസ് ആൻഡ് ബ്രോയിലേഴ്സ്. ദേ ആർ ഫ്രം 20 വീക്സ് ഓൺവേർഡ്സ്. ഓക്കെ, ഇനി നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ബാലൻസ്ഡ് ഡയറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ബാലൻസ്ഡ് മാഷ് ഫോർമുല, അതായത് ലേയിങ് ബേർഡ്സിനും അതുപോലെ തന്നെ എന്താണ് ബ്രോയിലേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതായത് എഗ് ലേയിങ് ബേർഡ്സിന് എന്താണ് കൊടുക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ആയിരിക്കത്തില്ല ബാലൻസ്ഡ് ഡയറ്റ് ഫോർ ബ്രോയിലേഴ്സിന് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ടേബിളിൽ നിങ്ങളുടെ ടെക്സ്റ്റുള്ള ടേബിൾ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പം മെയ്സ് ഓർ അതർ സീരിയൽസ് ആണെങ്കിൽ ലേയിങ് ബേർഡ്സിന് 30 ഗ്രാംസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, റൈസ് പോളിഷ് ആണെങ്കിലോ 20 ഗ്രാംസ്, ബാർലി ഓർ ഓട്സ് ആണെങ്കിൽ 10 ഗ്രാംസ്, വീറ്റ് ബ്രാൻ ആണെങ്കിൽ 10 ഗ്രാംസ്, ഗ്രൗണ്ട് നട്ട് ഓയിൽ കേക്ക് ആണെങ്കിൽ 15. അപ്പോൾ ഈ ഗ്രൗണ്ട് നട്ട് ഓയിൽ കേക്ക് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഫ്ലാടോക്സിൻ, അത് റിമൂവ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അതായത് ഗ്രൗണ്ട് നട്ടിൽ ഉണ്ടാകുന്ന ഒരു ഫംഗസ് ആണ് എന്താണ് അഫ്ലാടോക്സിൻ എന്ന് പറയുന്നൊരു അഫ്ലാടോക്സിൻ എന്ന് പറയുന്നൊരു ടോക്സിൻ ഈ ഗ്രൗണ്ട് നട്ടിലുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫംഗസാണ്. ഓക്കെ, അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ, അല്ലെങ്കിൽ അതെന്തായിരിക്കും, അത് ബേർഡ്സിന് പോയിസണായിട്ട് ബാധിക്കാം. കോൺ മീൽ ഏകദേശം 4.5 ഗ്രാംസ്. അതുപോലെ സ്റ്റീംഡ് ഫിഷ് മീൽ എന്ന് പറയുമ്പോൾ 4 ഗ്രാംസ്. കാൽസ്യം പൗഡർ, അതുപോലെ സ്റ്റീം ബോൺ മീൽ, ഇതൊക്കെ എന്താണ് ഇത്രയും ക്വാണ്ടിറ്റിയാണ് അവർ കൊടുക്കുന്നത്. അതായത് ഇത്രയും ക്വാണ്ടിറ്റി വെച്ച് കൊടുത്താലേ അവർക്ക് ലേയിങ് ബേർഡ്സിന് ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഈച്ച് കോമ്പോസിഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ബ്രോയിലേഴ്സിനാണെങ്കിൽ നോക്കിക്കേ, അവർക്ക് എന്താണ് മെയിനായിട്ടും സീരിയൽസ് ആണ് കൊടുക്കുന്നത്. ഏകദേശം 20 ഗ്രാംസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ റൈസ് പോളിഷ് 28, ബാർലി ഓട്സ് 7, വീറ്റ് ബ്രാൻ എന്ന് പറയുന്നത് 7. ഇവർക്ക് മൈസ് അങ്ങനെ കൂടുതലായിട്ട് കൊടുക്കുന്നില്ല ബ്രോയിലേഴ്സിന്. ഓക്കെ, അതുപോലെ കാൽസ്യം എന്ന് പറയുന്നത് എന്താണ് 1.5 മതി. പക്ഷേ ലേയിങ് ബേർഡ്സിനാണെങ്കിലോ 2 ഗ്രാംസ് വേണം. അതുപോലെ നോക്കുവാണെങ്കിൽ ഗ്രൗണ്ട് നട്ട് കേക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണം നമ്മുടെ ബ്രോയിലേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ലേയിങ് ബേർഡ്സിനാണെങ്കിൽ 15 ഗ്രാംസ് ആണ് കൊടുക്കുന്നത്. വീറ്റ് ബ്രാൻഡിൻ്റെ
എന്താണ് നല്ല വ്യത്യാസമുണ്ട്. റൈസ് പോളിഷും ഒരുപാട് കൂടുതലാണ് ബ്രോയിലേഴ്സിന് കൊടുക്കുന്നത്. ലേയിങ് ബേർഡ്സിനെ അപേക്ഷിച്ച് 28 grams ആണ് നമ്മൾ ബ്രോയിലേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് മാഷ് ഫോർമുല ഫോർ ബോത്ത് ലേയിങ് ബേർഡ്സ് ആൻഡ് ബ്രോയിലേഴ്സ്. ഓക്കെ, ഈ നെക്സ്റ്റ് ടോപ്പിക്കാണ് പോൾട്രി പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പോൾട്രി പ്രോഡക്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം പോൾട്രി മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മീറ്റിന് വേണ്ടിയിട്ടും എഗ്ഗിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് പ്രോഡക്ട്സ്, അതിൻ്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? എഗ്സ് അല്ലേ. എഗ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ പൗൾട്രീസിനെ റെയർ ചെയ്യുന്നത്. അപ്പോൾ എഗ്ഗിൻ്റെ കോമ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് എഗ്ഗിലുള്ളതെന്ന് നോക്കാം. അപ്പോൾ എഗ്ഗ് ഒരു ആവറേജ് എഗ്ഗിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 grams ആയിരിക്കും. അതിൽ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ 65 to 68.5% ആയിരിക്കും. കാലറീസ് എന്ന് പറയുന്നത് 70% ആയിരിക്കും. പ്രോട്ടീൻ എന്ന് പറയുമ്പോഴോ 6.3%. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്, 0.36% ഉള്ളൂ. ടോട്ടൽ ഫാറ്റ് എടുക്കുകയാണെങ്കിൽ 4.8% ഉണ്ട്. പെർസെൻറ്റേജ് അല്ല, ഗ്രാംസ് ഉണ്ട്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് 1 gram ആണ്. അതുപോലെ മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അതുപോലെ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ 185 mg ആണ് ഒരു ആവറേജ് എഗ്ഗിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൊളസ്ട്രോൾ. അതുപോലെ തന്നെ കോളിൻ 126 mg ഉണ്ട്. ഇത് കൂടാതെ തന്നെ എന്തൊക്കെയുണ്ട്? വൈറ്റമിൻസ് ഉണ്ടല്ലേ. അപ്പോൾ എഗ്ഗ് എന്ന് പറയുന്ന റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, അതുപോലെ തന്നെ വൈറ്റമിൻസ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വെറും 0.36 grams മാത്രമേ കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ. പക്ഷേ നമുക്ക് എന്തൊക്കെ പറയാം? ഇറ്റ് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, ഫാറ്റ്, then unsaturated fatty acids, cholesterol and vitamins. ഓക്കെ, അപ്പോൾ വൈറ്റമിൻസിൻ്റെ കാര്യത്തിൽ മെയിനായിട്ടും വൈറ്റമിൻ എ ആണുള്ളത്. അത് ഏകദേശം 270 യൂണിറ്റ് ആണുള്ളത്. വൈറ്റമിൻ ഡി ആണെങ്കിൽ 41. അതുപോലെ വൈറ്റമിൻ ഇ ആണെങ്കിൽ 0.5 mg ആണ് ഉള്ളത്. അപ്പം എഗ്ഗിൽ ഇല്ലാത്തൊരു വൈറ്റമിൻ ഏതാണെന്ന് എവിടെയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ആണ് എഗ്ഗിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എഗ്ഗിൻ്റെ കോമ്പോസിഷൻ. ഒരു ആവറേജ് എഗ്ഗിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി അടുത്ത പ്രോഡക്റ്റ് ഏതാണ്? മീറ്റ്. ഓക്കെ, അപ്പോൾ മീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്? ബ്രോയിലേഴ്സിന് മെയിനായിട്ട് പ്രിയർ ചെയ്യുന്നത് മീറ്റിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ മീറ്റിൻ്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് പൗൾട്രീസിൻ്റെ മീറ്റ് കോമ്പോസിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രോയിലേഴ്സിലാണെങ്കിൽ മെയിനായിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ എ ആണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് വൈറ്റമിൻ സി. ഇത് മീറ്റിൻ്റെ കേസാണ് പറയുന്നത്, എഗ്ഗിൻ്റെ കേസല്ല. മീറ്റിൽ എന്തുണ്ട്? വൈറ്റമിൻ സി ഉണ്ട്, 1.6 mg ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ബി അല്ലേ, വൈറ്റമിൻ B1, അതുപോലെ തന്നെ B2. ഇതിൻ്റെ എല്ലാം റിച്ച് സോഴ്സാണ് ബ്രോയിലേഴ്സിൻ്റെ മീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിയാസിൻ ഉണ്ട്. നിയാസിൻ അഥവാ വൈറ്റമിൻ B3 എന്ന് പറയുന്ന കോമ്പൗണ്ട്, അത് ഏകദേശം 6.8 grams ഉണ്ട്, mg ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ B10, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12, ഇതെല്ലാം ഉണ്ട് ബ്രോയിലേഴ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രോയിലേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉള്ള ബേർഡാണ് ഏത് ബേർഡിൻ്റെ മീറ്റാണ്? ഗൂസിൽ ഏകദേശം 51 mg എന്തുകൊണ്ട്? വൈറ്റമിൻ എ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഫോളിക് ആസിഡ് റിച്ച് സോഴ്സാണ് ഗൂസിൻ്റെ മീറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 13 mg ഉണ്ട് ഗൂസിൽ. ബ്രോയിലേഴ്സിൽ അത് നേരെ പകുതി, ഏകദേശം 6 grams ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ B12 കേസിലാണെങ്കിലും അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ റിച്ച് സോഴ്സാണ് ഗൂസിൻ്റെ. അപ്പം ബ്രോയിലേഴ്സിന് മുന്നേ തന്നെ, അതായത് ബ്രോയിലേഴ്സ് ചിക്കനേക്കാളും മീറ്റിനേക്കാളും കുറച്ചും കൂടി ന്യൂട്രിയൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒരുപാടുള്ള മീറ്റാണ് ഗൂസിൻ്റേത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏതാണുള്ളത്? ഡക്കിൻ്റേത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടർക്കീസ് വരുന്നത്. ഓക്കെ, ഇതാണ് മീറ്റിൻ്റെ കോമ്പോസിഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫൗൾസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൗൾട്രി പ്രോഡക്ട്സിൽ നമ്മൾ മെയിനായിട്ടും എഗ്ഗും മീറ്റുമാണ് പറയുന്നതെങ്കിലും പൗൾട്രി ഡ്രോപ്പിങ്സും ഒരു മെയിൻ
ഒരു പൗൾട്രി പ്രോഡക്റ്റ് ആണ്. എന്താണ് ഡ്രോപ്പിംഗ്സ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഗുഡ് മാന്യൂർ ഫോർ ക്രോപ്സ്, അതായത് അതിൻ്റെ ഒരു മാന്യൂറാണ് അല്ലേ. ഇതെന്താണ്? റിച്ച് സോഴ്സ് ഓഫ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. അതായത് പൗൾട്രീസിൻ്റെ ഡ്രോപ്പിംഗ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിച്ച് സോഴ്സ് ഓഫ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഫെർട്ടിലൈസറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? ഡ്രൈ ചെയ്തിട്ട് പൗഡർ ഫോമായിട്ട് നമ്മൾ നല്ല ഫെർട്ടിലൈസേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോപ്സിനൊക്കെ വളരെ നല്ലൊരു ബയോ ഫെർട്ടിലൈസറായിട്ടൊക്കെ നമ്മൾ ഈ ഡ്രോപ്പിംഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ 3 പ്രോഡക്റ്റാണ് പൗൾട്രീസിൽ പഠിച്ചത്. ഏതൊക്കെയാണ്? എഗ്ഗ്, മീറ്റ് ആൻഡ് പൗൾട്രി ഡ്രോപ്പിംഗ്സ്. ഈ നെക്സ്റ്റ് ബേർഡാണ് റെയറിങ് ഓഫ് ഡക്സ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ റെയറിങ് ഓഫ് ഹെൻസിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ നെക്സ്റ്റ് ആണ് റെയറിങ് ഓഫ് ഡക്സ്. ഓക്കെ, ഇപ്പോൾ റെയറിങ് ഓഫ് ഡക്സിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞു അല്ലേ, നമ്മുടെ നാട്ടിൽ ഹെൻസ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഫൗൾ ഏതാണ്? എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പൗൾട്രിയാണ് ഡക്സ് എന്ന് പറയുന്നത് അല്ലേ. എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല, മീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേർഡാണ് എന്ത് പറയുന്നത്? ഡക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഡക്സ് ആർ ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൈൻഡ് ഓഫ് പൗൾട്രി റൈസ്ഡ് ഇൻ ഇന്ത്യ. ഡക്സ് ത്രൈവ് വെൽ ഓൺ എനി സോയിൽ, പ്രിഫറബിളി വെയർ സെമി അക്വാട്ടിക് കണ്ടീഷൻസ് പ്രിവെയിൽ. അപ്പോൾ നമുക്കറിയാം ഡക്സിന് അവർ ഡ്രൈ ലാൻഡിലും വളരും. അതുപോലെ തന്നെ സെമി അക്വാട്ടിക് ആയിട്ടുള്ള റീജിയൻസിലും കൂടുതലായിട്ട് അവർ കാണപ്പെടുന്നുണ്ട്. മെയിനായിട്ട് മാലപ്പി റീജിയൻസിലൊക്കെ കൂടുതലായിട്ടും ഡക്സ് കാണപ്പെടുന്നുണ്ട്. അപ്പം ഈ ഡക്സിനെ റെയർ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഡക്സ് നമ്മൾ ഹെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡക്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്കറിയില്ലേ, ഡക്സിൻ്റെ എഗ് എന്ന് പറയുന്നത് ഹെവിയർ ദാൻ ദാറ്റ് ഓഫ് ഹെൻ അല്ലേ. ഡക്സിൻ്റെ ഹെന്ന് എപ്പോഴും ഹെൻസിൻ്റെ എഗ്ഗിനേക്കാളും ഹെവിയർ ആണ്. അതിന് ഏകദേശം 70 to 84 grams വരെ വെയിറ്റ് ഒരു റേഞ്ച് വരുന്നുണ്ട്. 70 to 84 grams വരെ അതിനൊരു വെയിറ്റിൻ്റെ റേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡക്സ് ആർ ഹാർഡിയർ ദാൻ ഫൗൾസ് ആൻഡ് ആർ പ്രാക്ടിക്കലി ഫ്രീ ഫ്രം ഡിസീസ്. അപ്പം നമ്മൾ ഹെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള ഡക്സ് അവർ ഓൾമോസ്റ്റ് എല്ലാ ഈ ഫൗൾസിനെ ബാധിക്കുന്ന ഡിസീസിനും റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉള്ള ബേർഡ്സ് ആണ് ഡക്സ് എന്ന് പറയുന്നത്. അത് ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഡക്സിനെ സംബന്ധിച്ച് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ് അവരുടെ റെസിസ്റ്റൻറ്റ് പവർ, ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പവർ. അതുപോലെ തന്നെ വെയിറ്റ്, അവരുടെ എഗ്ഗിൻ്റെ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 70 to 84 grams ഉണ്ട്, വിച്ച് ഈസ് ഹെവിയർ ദാൻ ഹെൻസ് എഗ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ബ്രീഡ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും there are 3 main breeds grown for meat, egg and ornamental purposes. അപ്പം മെയിനായിട്ടും 3 breeds ആണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്. അതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെ വളർത്തുന്നത്? മീറ്റിന് വേണ്ടിയിട്ട്, മീൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എഗ്ഗിന് വേണ്ടിയിട്ട്, ആൻഡ് ഓൾസോ ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ടും നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ. ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ട്, എഗ്ഗിന് വേണ്ടിയിട്ട്, മീറ്റിന് വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്തെന്ന് പറയുന്നത്? സൈൽഹെറ്റ് മീറ്റ് എന്ന് പറയുന്നത് അല്ലേ. സൈൽഹെറ്റ് മീറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഒരു ബ്രീഡാണ്. അതൊരു ഓർഡിനറി ഡക്കാണ്. കോമൺലി ഫൗണ്ട് ഇൻ വില്ലേജസ് ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ. ഈസ്റ്റേൺ ഇന്ത്യയിൽ കാണപ്പെടുന്ന കോമൺ വില്ലേജസിൽ കാണപ്പെടുന്ന ഒരു ഡക്കിൻ്റെ വെറൈറ്റിയാണ് ഒരു ഡക്കാണ് പറയുന്നത് സൈൽഹെറ്റ് മീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈറ്റ് ബ്രൗൺ ഇൻ കളർ വിത്ത് ബ്ലാക്ക് ടിപ്സ് ഓൺ ഫെതേഴ്സ് ആൻഡ് യെല്ലോ ബീക്സ്. അതായത് നാടൻ താറാവ് എന്ന് പറയുന്ന ഇനം ഇതിൽ വരുന്നതാണ്. അതിനെന്താണ് ലൈറ്റ് ബോഡി കളർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളറാണ്. അതുപോലെ തന്നെ ഫെതേഴ്സിൽ ബ്ലാക്ക് ടിപ്സ് ഉണ്ട്. ബീക്കിൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ ഇവരുടെ ആവറേജ് ഈൽഡ് ഓഫ് എഗ്സ് എത്രയാണ്? 80 to 150 പെർ ഡക്ക്. അപ്പം ഒരു ഡക്കിനെ എടുത്താൽ ഏകദേശം 80 to 150 എഗ്സ് ആണ് അവർ ലേ ചെയ്യുന്നത് അവരുടെ ഒരു ഫെർട്ടൈൽ സീസണിൽ. ഓക്കെ, ദ കളർ ഓഫ് ദി എഗ് ഈസ് വൈറ്റ് ആൻഡ് ആവറേജ് വെയിറ്റ് ഈസ് അബൌട്ട് 56 grams. ഇവരുടെ എഗ്ഗിൻ്റെ കളർ എന്ന് പറയുമ്പോൾ വൈറ്റ് കളറാണ്. അതിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 56 grams ആണ്. ഓക്കെ, അതുപോലെ തന്നെ അഡൽട്ട് ബേർഡ് എടുക്കുകയാണെങ്കിൽ അവരുടെ ബോഡി വെയിറ്റ് എത്രയാണ്? 1.8 kilograms ആയിരിക്കും അവരുടെ ബോഡി വെയിറ്റ്. ഇപ്പോൾ ഇത്രയാണ് സൈൽഹെറ്റ് മീറ്റിനെ പറ്റി പറയാനുള്ളത്. എന്തൊക്കെ പറഞ്ഞു നമ്മൾ സൈൽഹെറ്റ് മീറ്റിനെ പറ്റി? ഇതെന്ന് പറയുന്ന ഒരു ഓർഡിനറി വില്ലേജസിലൊക്കെ കാണപ്പെടുന്ന ഓർഡിനറി ഡക്കാണ്.
അതുപോലെ തന്നെ എൻ്റെ ബോഡി കളർ എന്ന് പറയുന്നത് ലൈറ്റ് ബ്രൗൺ കളറാണ്. ഫെദേഴ്സിനൊക്കെ ബ്ലാക്ക് ഡോട്ട്സ് ടിപ്സ് കാണും. എൻ്റെ ബീക്കിൻ്റെ കളർ യെല്ലോ ബീക്കാണ്. അതുപോലെ തന്നെ എന്താണ് ആവറേജ് ഈൽഡ് ഓഫ് എഗ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 80 to 150 പെർ ഡക്ക് എടുക്കുവാണെങ്കിൽ 80 to 150 എഗ്സ് അത് ലേ ചെയ്തിരിക്കും. അതുപോലെ തന്നെ എന്താണ് എഗ്ഗിൻ്റെ കളർ വൈറ്റ് കളറാണ്. ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എഗ്ഗിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 56 grams ആണ്. അതുപോലെ തന്നെ അഡൽട്ട് ബേർഡ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 1.8 kilograms ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് നാഗേശ്വരി ഡക്സ്. നാഗേശ്വരി ഡക്സ് എന്താണ് പ്രത്യേകത? ദേ ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ആസാം ആൻഡ് വെസ്റ്റ് ബംഗാൾ. ആസാമിലും വെസ്റ്റ് ബംഗാളിലും കാണപ്പെടുന്ന ഡക്സ് ആണ് നാഗേശ്വരി ഡക്സ്. ദീസ് ആർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേർഡ് ബേർഡ്സ്. അപ്പോൾ ഇതിന് മെയിനായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേർഡ് ആയിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. ഇവരുടെ ബോഡി കളറ്. ദീസ് ലേ പെയിൽ ബ്ലൂ കളേർഡ് എഗ്സ് അറ്റ് ആൻ ആവറേജ് ഓഫ് 80 to 150 പെർ ഇയർ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ എഗ്സിന് ഏകദേശം പെയിൽ ബ്ലൂ കളറായിരിക്കും. ബോഡി എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായിരിക്കും. എഗ്ഗിൻ്റെ കളറ് പെയിൽ ബ്ലൂ കളറായിരിക്കും. ആവറേജ് എത്രയാണ്? ഏകദേശം 80 to 150. അതായത് സെൽ ഹെഡ് മീറ്റിനെ പോലെ തന്നെ 80 to 150 എഗ്സ് പെർ ഇയർ അതിന് ലേ ചെയ്യാൻ പറ്റും. അഡൽട്ട് ബേർഡ്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2 kg ആയിരിക്കും. അഡൽട്ട് ബേർഡ്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2 kg ആയിരിക്കും. ഓക്കെ, തേർഡ് വൺ ഈസ് ഇന്ത്യൻ റണ്ണർ. ഓക്കെ, ഇന്ത്യൻ റണ്ണർ എന്ന് പറയുമ്പോൾ എന്താണ്? ബേർഡ്സ് ഓഫ് ദിസ് ബ്രീഡ് ആർ ഫൗണ്ട് ഇൻ സം ഓഫ് ദി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ദ ബേർഡ്സ് ആർ വൈറ്റ് കളേർഡ് ആൻഡ് കീപ് ദെയർ ബോഡി ഇൻ അപ്രൈറ്റ് പൊസിഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചില സ്റ്റേറ്റുകളിൽ കാണപ്പെടുന്ന ഡക്സിൻ്റെ വെറൈറ്റിയാണ്. മെയിനായിട്ടും വൈറ്റ് കളറാണ് ഇവരുടെ ബോഡി കളറ്. അതുപോലെ അത് എപ്പോഴും ഇങ്ങനെ ബോഡിയുടെ അപ്രൈറ്റ് പൊസിഷനിൽ കീപ്പ് ചെയ്യുന്നൊരു ബേർഡാണ്. ഓക്കെ, അത്രയാണ് ഇന്ത്യൻ റണ്ണറിനെ പറ്റി പറയാനുള്ളത്. അതൊരു അത്ര കോമൺ അല്ലാത്തൊരു വെറൈറ്റിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ഖാക്കി കാമ്പൽ. ഓക്കെ, ഖാക്കി കാമ്പൽ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രത്യേകത? ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ബ്രീഡ് ഫോർ പ്രോഫിറ്റബിൾ എഗ്. അതായത് നമ്മൾ മെയിനായിട്ടും എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഖാക്കി ക്യാമ്പൽ എന്ന് പറയുന്ന ഡക്കിനെ റെയർ ചെയ്യുന്നത്. അതൊരു വളരെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഡക്കിൻ്റെ വെറൈറ്റിയാണ്. ദ ഡക്ക് ഈസ് ഓഫ് ഖാക്കി കളർ ആൻഡ് ചേഞ്ചസ് ഇൻ ടു ഗ്രേ വെൻ 1 year old. അപ്പം ഫസ്റ്റ് ഈ ബേർഡിൻ്റെ കളർ എന്ന് പറയുന്നത് ഏകദേശം ഖാക്കിയുടെ കളറായിരിക്കും. അതിനുശേഷം എന്താണ് 1 വർഷം കഴിയുമ്പോൾ അവരുടെ ബോഡി കളർ മാറി ചേഞ്ച് ചെയ്ത് ഗ്രേ കളറിലോട്ടാവും. ഡക്ക് സ്റ്റാർട്ട് ലേയിങ് എഗ്സ് അറ്റ് അബൌട്ട് 6 months ഓഫ് ഏജ്. അതായത് അത് എഗ്ഗ് ലേ ചെയ്യുന്നൊരു സമയം എന്ന് പറയുന്നത് ഏകദേശം ആ ബേർഡിന് ഒരു 6 months ഏജ് വരുമ്പോൾ 6 months ഓൾഡ് വരുമ്പോഴായിരിക്കും ഈ ബേർഡ്സ് എഗ്ഗ് ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ എഗ്സ് ആർ വൈറ്റ് കളേർഡ് ആൻഡ് വെയിറ്റ് അബൌട്ട് 70 grams. അപ്പം ഇവരുടെ മുട്ടയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള എഗ്ഗാണല്ലേ. അതുകൊണ്ടാണ് അതെന്തിനു യൂസ് ചെയ്യുന്നത്? എക്കണോമിക്കലായിട്ട് പ്രോഫിറ്റബിളായിട്ട് എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഖാക്കി ക്യാമ്പലിൻ്റെ എഗ്ഗ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എഗ്ഗിൻ്റെ കളറ് വൈറ്റാണ്. ഏകദേശം 70 grams ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ എന്താണ് അതിന് 6 months ഓൾഡ് ആകുമ്പോൾ തൊട്ട് അവർ എഗ്ഗ് ലേ ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ എന്താണ് എഗ്ഗിൻ്റെ കളറ് വൈറ്റ് കളറാണ്. അതുപോലെ ബോഡി കളർ നോക്കുവാണെങ്കിൽ എഗ് ഡക്സ് ആണെങ്കിൽ അവർ ഖാക്കി കളറായിരിക്കും. പിന്നെ അവരെന്താണ് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അവരുടെ ബോഡി കളർ ചേഞ്ച് ചെയ്തിട്ട് ഗ്രേ കളറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത്രയും അങ്ങനെ 4 ബ്രീഡ്സാണ് മെയിനായിട്ടും ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? സൈൽ ഹെഡ് മീറ്റ്, നാഗേശ്വരി ഡക്സ്, ഇന്ത്യൻ റണ്ണർ, ഖാക്കി കാമ്പൽ. ഈ ഇന്ത്യൻ റണ്ണർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ചില സ്റ്റേറ്റ്സ് മാത്രമേ കാണത്തുള്ളൂ. അത്ര കോമൺ അല്ലാത്തൊരു ബ്രീഡാണ്. ഓക്കെ, നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് ഡക്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മെയിനായിട്ടും ഇവർ ഹാച്ച്ലിങ്സ് കം ഔട്ട് ഫ്രം ഇൻക്യുബേറ്റഡ് എഗ്സ്. നമുക്കറിയാം ഏത് ബേർഡ്സ് ആണെങ്കിലും ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അവരെന്ത് വരുന്നു ഈ ഡക്ലിങ്സ് വെളിയിൽ വരുന്നത് അല്ലേ. ഫോർ ബ്രീഡിങ് 1 drake ഈസ് അലൗഡ് ഫോർ എവറി 5 or 6 ducks. അപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രേക്ക് എന്ന് പറയുന്നത് മെയിൽ ഡക്സിന് പറയുന്ന പേരാണ്. ഒരു ഡ്രേക്കാണ് എന്ത് ചെയ്യുന്നു 5 to 6 ഡക്സിനെ ഫെർട്ടൈൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രേക്കാണ് നമ്മൾ മെയിനായിട്ടും ബ്രീഡിങ് പർപ്പസിൽ യൂസ് ചെയ്യുന്നത്. ഈ ഇവരുടെ ഇൻക്യുബേഷൻ ടൈം എന്ന് പറയുന്നത് പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 35 days ആണ്. ഹെൻസിനാണെങ്കിലോ
21 ഡേയ്സ് ആണ് ഹെൻസിന്. പക്ഷേ ഡക്സിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 35 ഡേയ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് അതുപോലെ ഡ്രേക്ക് ഈസ് ഹാവിങ് കേർലി ഫെദർ ഇൻ ഹിസ് ടെയിൽ. അപ്പം നമ്മൾ ഡ്രേക്കിനെയും ഡക്കിനെയും എങ്ങനെയാണ് വേർതിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡ്രേക്കിന് അവരുടെ ടെയിൽ ഭാഗത്ത് കേർലി ആയിട്ടുള്ള ഫെദേഴ്സ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇവർക്ക് ക്ലീൻ ഫ്രഷ് വാട്ടർ ഷുഡ് ഓൾവേസ് ബി പ്രൊവൈഡഡ് ഫോർ ദം. അവർക്ക് എപ്പോഴും ക്ലീൻ ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, അതായത് കുടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ്, ഫുഡ് ഫീഡിങ് നോക്കുവാണെങ്കിൽ എ സ്യൂട്ടബ്ലി ബാലൻസ്ഡ് റേഷ്യൻ ഫോർ ഡക്ലിങ്സ് ആൻഡ് ഡക്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ മിക്സിങ് ഗ്രൗണ്ട് മീസ്. മെയിനായിട്ടുള്ള ഫീഡിൽ ഉണ്ടാവേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഗ്രൗണ്ട് മീസ് വേണം, വീറ്റ്, റൈസ് ബ്രാൻ, ഗ്രൗണ്ട് നട്ട് കേക്ക്, ഫിഷ് മീൽ, ഗ്രൗണ്ട് ലൈം സ്റ്റോൺ, ഡ്രൈഡ് ഗ്രീക്സ്, ഷാർക്ക് ലിവർ ഓയിൽ എക്സെട്ര. ഇവരൊക്കെയാണ് നമ്മളൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡക്സിനെ റെയർ ചെയ്യുമ്പം ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശമൊക്കെ സെയിം ആണ് ആസ് ഓഫ് എന്താണ് ഹെൻസ് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഇവരുടെ ഹൗസിങ് നോക്കുവാണെങ്കിൽ മിക്കവാറും ഉള്ള ഡക്സിൻ്റെയൊക്കെ ഹൗസിംഗ് എന്ന് പറയുന്നത് നിയർ ടു എനി വാട്ടർ സോഴ്സ് ആയിരിക്കും. കാരണം അവർക്ക് ചില സമയത്ത് ഈ ഡക്സിന് നീന്താനും അങ്ങനെയൊക്കെ എന്താണ് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നിയർ വാട്ടർ സോഴ്സ് ആയിരിക്കും അവരുടെ ഹൗസ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ, അതായത് ഇതും ഡക്സ് മാത്രമല്ല ഏതൊരു പൗൾട്രി ആണെങ്കിലും അവരെ ഹൗസിങ് ചെയ്യുന്ന ആ ടെൻറ്റിലെ എന്താണ് ഫ്ലോർ എപ്പോഴും നല്ല എന്തായിരിക്കും, സിമെൻറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുകയും വേണം. അതല്ലെങ്കിൽ എന്ത് പറ്റും, ഈ ബേർഡ്സിനൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഫ്ലോർ നല്ല സിമെൻറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മെച്യൂർ ഡക്സ് എന്ന് പറയുന്നത് എന്താണ്, അവർ ഫ്രീ ഓഫ് ഡിസീസാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫൗൾസാണ് ഡക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് മാനേജ്മെൻറ്റ് ഓഫ് ഡക്സ് വരെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, സെക്സിങ് ഓഫ് ചിക്സിനെ പറ്റി പറഞ്ഞു, അതിനുശേഷം ഫീഡിങ് ചിക്കനെ പറ്റി പറഞ്ഞു, അതിൻ്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതിനുശേഷം പൗൾട്രി പ്രോഡക്ട്സ് മെയിനായിട്ട് എഗ്സ്, അതുപോലെ തന്നെ മീറ്റ്, അതുപോലെ തന്നെ എന്താണ് പൗൾട്രി ഡ്രോപ്പിങ്സ് ഇതിനെപ്പറ്റി പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്, റെയറിങ് ഓഫ് ഡക്സിനെ പറ്റി പറഞ്ഞു, അതിലെ ബ്രീഡ്സ്, ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് മാനേജ്മെൻറ്റ് ഓഫ് ഡക്സ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ തൊട്ട് നമുക്ക് റെയറിങ് ഓഫ് ടർക്കീസ് സ്റ്റാർട്ട് ചെയ്യാം. റെയറിങ് ഓഫ് ടർക്കീസ്, മാനേജ്മെൻറ്റ് ഓഫ് ടർക്കീസ് ആൻഡ് റെയറിങ് ഓഫ് ക്വയൽസ്. ഓക്കെ, ഇത്രയാകുമ്പോൾ നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ബേർഡ്സിൻ്റെ റെയറിങ് തീരും. അതിനുശേഷം നമുക്ക് ഡിസീസസ് നോക്കാം, അതായത് മെയിനായിട്ടുള്ള ഡിസീസസ് ഓഫ് പൗൾട്രി നോക്കാം. ഓക്കെ.